അല്ല, ഇതിപ്പോ ഒരു പാത്രം നിറയെ സമൂസ ഉണ്ടല്ലോ. സമൂസ കാലിയാവാനാണോ വഴി? 4 മണിയാവുമ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇങ്ങട് സ്കൂൾ വിട്ടിട്ട് എത്തൂലേ. അപ്പോൾ ദാ ഇന്നത്തെ 4 മണി പലഹാരം കുട്ടിപ്പട്ടാളങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിടുക്കാച്ചി മുട്ട സമൂസയാണ് കേട്ടോ. വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കിയെടുക്കുന്ന അത്ര സമയം കൂടെ വേണ്ട ഈ മുട്ട സമൂസ ഉണ്ടാക്കിയെടുക്കാൻ. നല്ല തിളച്ച എണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുക. അതിൻ്റെ പിന്നാലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വെള്ളം കൂട്ടി അരച്ച് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടുക. പിന്നെ ആവശ്യമായിട്ടുള്ള പൊടികൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുക. ഉപ്പ് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പൊട്ടിച്ചൊഴിച്ച മുട്ടയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ചിക്കി ചിക്കി വരുമ്പോൾ ഏകദേശം ഈ ഒരു രൂപമായിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ സമൂസേൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും ഈ സമൂസ ഷീറ്റ് മടക്കാൻ അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാടോ, ദാ ഈ വീഡിയോ നോക്കി ഒന്ന് കണ്ടുപിടിച്ചോ കേട്ടോ. ഫില്ലിങ്സ് മുഴുവനും ഈ സമൂസേൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാധാരണ മൈദമാവോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ആണ് കേട്ടോ ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കണം കണ്ടിട്ടുള്ളത്. ഞാൻ എന്താ അവിടെ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. മൈദമാവ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തം സമൂസ ഷീറ്റും ഞാൻ അതാ അവിടെ ഫില്ലിങ്സ് ഉള്ളിൽ റെഡിയാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല തിളച്ച എണ്ണയിൽ ചൂടോടെ വറുത്ത് കോരി എടുക്കുക കേട്ടോ. പിന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡ് മറച്ചിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 4 മണി ആവാറായി, നമ്മുടെ കുട്ടിപ്പട്ടാളം എത്താനായി. അവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മുടെ പാത്രം കാലിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.